ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. റവന്യൂ മിനിസ്റ്റർ ശാലിനിയോട് പറയുക, ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരാളുടെ ഭാര്യ ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ എത്ര പേരോട് ഞാൻ സമാധാനം പറയണമെന്നറിയാവോ? എല്ലാവർക്കും ഇപ്പം ഞാൻ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്നാണ് അറിയേണ്ടത്. അതാണ് അവരുടെയൊക്കെ ഇപ്പോഴത്തെ ആവശ്യവും. അതുകൊണ്ട് ശാലിനിയോട് എനിക്കുള്ളത് പറയാമല്ലോ. എൻ്റെ മുഖം രക്ഷിക്കാനായി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നോട് ശാലിനിക്ക് മനസ്സുകൊണ്ട് ദേഷ്യം ഒന്നും തോന്നരുത്. കുറച്ച് നാളത്തേക്ക് ശാലിനി ഒന്ന് മാറി നിൽക്കണം, അതേ ഇപ്പം നിവർത്തിയുള്ളു. അത് കേട്ടതും ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, ഇപ്പോഴാണല്ലോ അവരോട് വീരവാദം പറഞ്ഞത്. എന്നെ ഈ ചേറയിൽ നിറക്കാവുന്ന ആരും നോക്കണ്ട, ശാലിനി ഈ ചേറയിൽ നിറങ്ങത്തില്ലെന്ന്. സസ്പെൻഷനും മറ്റുമൊന്നും അല്ല, ശാലിനി അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നിർബന്ധിത ലീവ്, അങ്ങനെ ഒരു വാക്കേ ഇപ്പോൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, അതിനുശേഷം നമുക്ക് ലീവ് ക്യാൻസലാക്കാനുള്ള നടപടി സ്വീകരിക്കാം. ശാലിനി ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടും ശരിയല്ല. ഞാൻ ഇപ്പോഴീ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ടൊന്നും അല്ലെന്ന് ശാലിനിക്ക് മനസ്സിലാകുമല്ലോ. ഒരുപാട് ദുഷ്പേരുകൾ കേട്ടിട്ടുള്ളതാ ഈ റവന്യൂ വകുപ്പ്. എന്നെ ആ കസേരയിൽ അവർ ഇരുത്താൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ, എനിക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥരെ കൂടെ തരണമെന്ന്. ഭരണത്തിൽ കയറി ഇന്ന് വരെ അഴിമതിയുടെ കറ പുരളാതെ ഇവിടം വരെ എത്തിക്കാനും എനിക്ക് കഴിഞ്ഞു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആകണമെന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. വെറുതെ ആണെങ്കിലും പ്രതിപക്ഷത്തിന് തല്ലാനേ ഒരു വടി നമ്മളായിട്ട് കൊടുക്കണോ ശാലിനി? അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഈ നിർബന്ധിത ലീവ്. മറ്റൊന്നും ശാലിനി എന്നോട് തോന്നരുത്. മറ്റുള്ളവരുടെ കണ്ണുകെട്ടാൻ വേണ്ടി ഒരു ലുടുക്ക് വിദ്യ പ്രയോഗിച്ചെന്ന് മാത്രമേ ശാലിനി ഇതിന് കണ്ടാൽ മതി. ഇതിനൊക്കെ ആണല്ലോ ശാലിനി എന്ന് ചോദിക്കുമ്പോൾ ശാലിനി ആകെ തകർന്നു നിൽക്കുവാണ്. വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശാലിനിക്ക് ഈ കളക്ടർ പദവിയിൽ ഇരുന്നെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, മിനിസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. വളരെ സങ്കടത്തോടെ ശാലിനി ഓക്കെ എന്ന് പറയുവാണ്. മിനിസ്റ്ററെ കൊണ്ട് ശാലിനിയെ നിർബന്ധിത ലീവ് എടുപ്പിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് ഉപേന്ദ്രനും ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും എല്ലാവരും ചേർന്ന് അവരുടെ വിജയത്തിൻ്റെ ആഘോഷം അങ്ങനെ പൊടിപൊടിക്കുവാണ്. സുസ്മിത അവർക്ക് വേണ്ടി മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുവാണ്. ചന്ദ്രബോസ് പറയുക, ശാലിനിയെ വലിച്ച് താഴെ ഇറക്കിയതിനെ ഈ കുപ്പിയൊന്നും പോരാ, ഈ ചാനലുകാർക്കൊക്കെ കൊടുത്തത്, വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചതിന് കൊടുത്തത്, അങ്ങനെ കാശേ കുറെ അധികം എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് എനിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയായിട്ടൊക്കെ ചെയ്തത്. ഇത് കേട്ടിട്ട് സുസ്മിത പറയുക, ചിറ്റപ്പൻ ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വലിയൊരു പുണ്യമാണ്. ഈ പുണ്യത്തിന് ചിറ്റപ്പ, സുസ്മിത കണക്കൊന്നും നോക്കത്തില്ല, ചിറ്റപ്പന് ആവശ്യമുള്ള പണം ഞാൻ തന്നിരിക്കും. ഉപേന്ദ്രൻ ചോദിക്കുക, അല്ല ഇത് എങ്ങനെ ഒപ്പിച്ച്? ശാലിനിയുടെ ഈ കസേര ഒഴിപ്പിക്കല് അവൾ അറിഞ്ഞോണ്ടൊഴിഞ്ഞതോ അതോ ഒഴിപ്പിച്ചതോ? സ്വയം ഒഴിയുമെന്നോ? അതും അവള്. എടോ, മന്ത്രിയെ കൊണ്ടേ നിർബന്ധിത ലീവ് ഞങ്ങൾ എടുപ്പിച്ചതാ. മന്ത്രിക്കേ തറയിൽ നിൽക്കാൻ പറ്റാത്ത രീതിക്ക് നല്ല പ്രഷർ ഞങ്ങൾ അങ്ങോട്ട് കൊടുപ്പിച്ച്. മീഡിയക്കാരെ, പ്രതിപക്ഷം, പിന്നെ നമ്മുടെ പൊതുജനം ഉണ്ടല്ലോ, അവരെ എല്ലാവരെയും കൂടെ അങ്ങ് സംഘടിപ്പിച്ച് ഫോണിലൂടെ നേരിട്ടും അല്ലാതെയൊക്കെ അങ്ങ് ചോദിപ്പിച്ച്, അങ്ങനെ മന്ത്രിയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന രീതി വരെ ഞങ്ങളങ്ങ് കൊണ്ട് എത്തിപ്പിച്ച്. ഒടുവിലെ മന്ത്രിക്ക് തൻ്റെ വാത്സല്യ ശിഷ്യയുണ്ടല്ലോ, അവളോട് ചെന്ന് പറയേണ്ടി വന്നു ലീവ് എഴുതി മോള് പോണമെന്ന്. സുസ്മിത കുറച്ച് മദ്യമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പറയുന്നു, ചിറ്റപ്പ ഈ വിധ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആകണമെങ്കിലേ ചിറ്റപ്പൻ തന്നെ വേണം. അങ്ങനെ അവരെല്ലാവരും കൂടെ മദ്യം എടുത്തു വെച്ചിട്ട് ഉപേന്ദ്രൻ പറയുന്നു, നമ്മൾ ചിയേഴ്സ് പറയാൻ പോകുന്നത് ഒരിരട്ട സന്തോഷത്തിന് വേണ്ടിയാണ്. രോഹിത്ത് പറയുക, ഈ ഇരട്ട ജീവപര്യന്തോന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഇരട്ട സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എടാ രോഹിത്തെ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇത് ജീവപര്യന്തം തന്നെ. ഒരാൾക്കാണെങ്കിലോ ജോലി സ്ഥലത്തും നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഒടുവിൽ എന്തായി? കളക്ടർ സ്ഥാനത്തിൽ നിന്നും വീട്ടിലേക്കൊരു കസേര മാറ്റം. ഒരു കണക്കിന് പറയുവാണെങ്കിലേ ശാലിനി മന്ത്രിക്കായിട്ട് അനുവദിച്ചതേ ജീവപര്യന്തം തന്നെ. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുമോ? എന്തിനു പറയുന്നു, ഒന്ന് ഫോൺ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യയ്ക്ക് ഇങ്ങനെയാണെങ്കിലേ ഭർത്താവിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. പോലീസ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുമല്ലയോ? അവനൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ആരോടെങ്കിലും സഹായം ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അതുമല്ലെങ്കിൽ നേരെ ചൊവ്വേ ഭക്ഷണമെങ്കിലും കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതും ജീവപര്യന്ത ശിക്ഷ തന്നെയാ.
സന്തോഷിക്കാൻ പിന്നെ നമുക്ക് ഇതിൽ പരം എന്തുവാ വേണ്ടത്? അപ്പോൾ ഇന്നത്തെ ചിയേഴ്സ് ഇരട്ട സന്തോഷത്തിന് വേണ്ടി. അങ്ങനെ അവർ 4 പേരുണ്ട് ഒത്തുചേർന്ന് ചിയേഴ്സൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിക്കുവാണ്. ഇതെല്ലാം മുകളിൽ നിന്ന് ശ്യാമ കാണുന്നുണ്ട്. അവരാരും ശ്യാമയൊട്ട് കാണുന്നതുമില്ല. സുസ്മിത ചോദിക്കുന്നു, ചിറ്റപ്പ ഇനി എന്തുവാ നമ്മുടെ അടുത്ത നീക്കം? എടി മോളെ, ഇനിയുള്ളതൊരു വെടിവെപ്പാ, കാടിളക്കിയുള്ള ഒരു വെടിവെപ്പ്. അതിൽ ഒളിച്ചിരിക്കുന്ന വിഷ്ണു പുറത്ത് ചാടണം, അവനെ ചാടിക്കണം. അത് കേട്ടിട്ട് രോഹിത് പറയുക, അതത്ര പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം കുറുക്കൻ്റെ ജന്മമാണ് അവനുള്ളത്. കുറച്ചുനാളെ വിഷ്ണു ബ്രോന്നും വിളിച്ച് അവൻ്റെ കൂടെ നടന്നിട്ടുള്ളതാ. ആ അനുഭവം കൊണ്ട് പറയുക, അവൻ പിടി കൊടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താ. പ്രത്യേകിച്ചും ചന്ദ്രബോസ് സാറിന്. എടാ, ഇത്രയൊക്കെ ചെയ്തു തീർക്കാമെങ്കിൽ ഇനി അവൻ്റെ ജീവനം ഈ ചന്ദ്രബോസ് തന്നെ എടുക്കണമെന്നാ അവൻ്റെ നിർബന്ധമെങ്കിൽ അതും ഞാൻ നടത്താവിടാ. എൻ്റെ കാൽച്ചുവട്ടിലോട്ടെ അവനൊന്ന് വന്നോട്ടെ. പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ജീവൻ ആപത്ത് വരികയാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിവോൾവർ ഉപയോഗിക്കാവുന്ന അറിയാമല്ലോ. ചുട്ടുകളയും ഞാൻ അവനെ എൻ്റെ അടുത്ത് അധികം കളിക്കാൻ വന്നാൽ. ചിറ്റപ്പ, അതൊരു അറ്റുകൈ പ്രയോഗമല്ലയോ? അതിനു മുമ്പ് തന്നെ നമുക്ക് അവനെ സറണ്ടർ ചെയ്യിക്കണം. എന്നിട്ടിവിടെ തെളിയാതെ കിടക്കുന്ന സ്പിരിറ്റ് കേസുകളൊക്കെ, അതായത് ചാരായം മാറ്റിയതടക്കം എല്ലാം അവൻ്റെ തലയിലോട്ടങ്ങ് വെച്ചു കൊടുക്കണം. പിന്നെ അവൻ വെറും വിഷ്ണുവല്ല, നാട്ടുകാരവനെ സ്പിരിറ്റ് വിഷ്ണു എന്ന് വിളിക്കുന്നവരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഭർത്താവ് സ്പിരിറ്റ് വിഷ്ണുവായിട്ട് അകത്ത് പോയാൽ ശാലിനി പിന്നെ ഒന്നിയും ജോലി റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോവും. ഇല്ലെങ്കിൽ അവളെ നമ്മൾ ഇവിടുന്ന് പറപ്പിക്കും. അപ്പോൾ ഉപേന്ദ്രൻ പറയുക, നമ്മളിവിടെ നമ്മുടെ മദ്യസമ്പത്തുമായിട്ട് പുതിയ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ പുതിയ മദ്യരാജാക്കന്മാർ പിറവിയെടുക്കും. സുസ്മിത പറയുക, രാജാക്കന്മാർ മാത്രമല്ല റാണിയും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നു. ചന്ദ്രബോസ് മറ്റുള്ളവരെ കണ്ണിറുക്കി കാണിച്ചിട്ട് പറയുന്നു, എടാ നീയല്ലേടാ ഞങ്ങളുടെ നടത്തിപ്പുകാരൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി. അത് കേട്ടിട്ട് പൊട്ടൻ രോഹിത് അങ്ങ് സന്തോഷിച്ച് നിൽക്കുവാണ്. ഞങ്ങളിതൊക്കെ ഒന്ന് പച്ച പിടിപ്പിച്ചോട്ടടാ, അതിന് ശേഷം കാണിച്ചു തരാടാ, നിന്നെ പുറംകാലിനെ ചവിട്ടിത്തെറിപ്പിച്ച് ഞങ്ങൾ എറിയുവടാ എന്നുള്ള ഭാവത്തിൽ അവർ 3 പേരും നോക്കി ചിരിക്കുവാണ്. ശാരദാമ്മയുടെ വീട്ടിലാണെങ്കിൽ ശാരദാമ്മ മുറ്റമൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പം പപ്പിമോളും സത്യവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പപ്പിമോളാണെങ്കിൽ ശാരദാമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ശാരദാമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. പപ്പിമോൾ ഇങ്ങോട്ടിങ്ങ് പോന്നോ? ശാരദാമ്മേ, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ശാരദാമ്മേ. അയ്യോ, പോകുന്നില്ലെന്നോ? സത്യം പറയുവാ, പപ്പിയുടെ അച്ഛൻ അവിടെ ഭയങ്കര ബഹളവാ ശാരദാമ്മേ. ശ്യാമയാൻ്റി അടിക്കാനൊക്കെ ചെന്നു. പപ്പിക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ പറയുന്നത്. പപ്പി ഇങ്ങോട്ട് വരുന്ന കാര്യം നിങ്ങൾ ആരോടെങ്കിലും അവിടെ പറഞ്ഞിരുന്നോ? ശ്യാമ ഇനി മോളെ തിരക്കി അവിടെയൊക്കെ നടക്കത്തില്ലയോ? അതെ, ഇവിടെ വന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിപ്പിച്ച് പറയിക്കാന്ന് വിചാരിച്ചിട്ടാ. ശാരദാമ്മേ, ഒന്ന് വേഗം വിളിച്ച് പറഞ്ഞേരെ, ഇനി അതിൻ്റെ പേരിൽ പുലിപാലൊന്നും ഉണ്ടാകണ്ട. സത്യമോള് വലിയ രക്ഷകയെപ്പോലാണ് പറയുന്നതൊക്കെ. അങ്ങനെ ശാരദാമ്മ പെട്ടെന്ന് ശ്യാമയെ വിളിക്കുമ്പോൾ ശ്യാമ ഓട്ടോറിക്ഷയിൽ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ശ്യാമയെ, നീ സ്കൂളിലോട്ട് പോകണ്ട, അവർ 2 പേരും ഇവിടെ വന്നിട്ടുണ്ട്. പപ്പി എങ്ങനെ അവിടെ എത്തിയത്? എടി, നീ വീട്ടിലോട്ട് വാ, ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴങ്ങോട്ടൊരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്നും ശാലിനിയാണ് ഇറങ്ങി വരുന്നത്. അത് കണ്ടിട്ട് ശാരദാമ്മ അങ്ങ് അമ്പരന്ന് പോയി. അല്ല മോളെ, കാറെന്തിയേ? മോളെന്താ ഓട്ടോയിൽ വന്നത്? അത് അമ്മേ, വിഷ്ണുവേട്ടൻ പെട്ടുപോയ സ്പിരിറ്റ് കേസില്ലേ, അത് വലിയ വിഷയമായിരിക്കും അമ്മേ. എന്നോട് ലീവ് എടുത്ത് കുറച്ച് ദിവസം മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുക. എല്ലാം കുഴപ്പങ്ങളാണല്ലോ മോളെ. ഇത് മോടെ ജോലിയെ ബാധിക്കുകയോ മറ്റോ ചെയ്യുവോ? അത് ബാധിച്ചല്ലോ അമ്മേ, അതുകൊണ്ടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്. ശത്രുക്കൾ നമ്മളെ തകർക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ടല്ലോ മോളെ. രോഹിത് അവിടെ കുടിച്ച് വലിയ ബഹളമാണെന്നും പറഞ്ഞ് പേടിച്ചിട്ട് പപ്പി തന്നെ സത്യോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, പപ്പി മോൾ ഇങ്ങോട്ട് പോന്നെന്നോ? എന്നിട്ട് ശ്യാമയെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്യാമ ഇപ്പോൾ ഇങ്ങോട്ട് വരും. രോഹിത്തിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല മോളെ. അവനെ ഫുള്ളായിട്ട് നിയന്ത്രിക്കുന്നത് ആ സുസ്മിതയും മറ്റുള്ളവരും അമ്മേ. ആ സുസ്മിതയുടെ കയ്യിലെ കീ കൊടുക്കുന്നൊരു പാവയാണ് രോഹിത്. അവൾ പറയുന്നതനുസരിച്ചാണ് അവൻ ഈ ബഹളം വെക്കുന്നതും വഴക്കിടുന്നതും ഒക്കെ. അവൾക്ക് സപ്പോർട്ടായിട്ടേ ആ ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാനും അവൾക്ക് യാതൊരു മടിയുമില്ല. അപ്പോഴങ്ങോട്ട് ശ്യാമ വരുന്നുണ്ട്. ശ്യാമ വലിയ ദേഷ്യത്തിലാണ്. എന്ത് പണിയാമ്മ ഈ പപ്പി കാണിക്കുന്നത്? ആരോടും ഒരു വാക്കുപോലും പറയാതല്ലേ അവൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഞാനിപ്പോൾ അവളെ അവിടെയൊക്കെ തേടി നടക്കത്തില്ലായിരുന്നു. അത് കേട്ടിട്ട് ശാലിനി പറയുക, അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാളുടെ മനസ്സ് മുഴുക്ക പകയാണ്. ഞാനും കൂടി അവിടുന്ന് മാറി നിന്നാൽ ആ സുസ്മിതയും അവരെല്ലാവരും കൂടെ ചേർന്ന് വലിയ ചതി പ്ലാൻ ചെയ്യും. അവൾക്ക് കൂട്ടായിട്ട് ആ ഉപേന്ദ്രനും ചന്ദ്രബോസും അവിടെ ഉണ്ട്. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചന അവിടെ നടക്കുന്നുണ്ട്.
എന്തോ ജോലി സംബന്ധമായ കാര്യമാണ്, ഒന്നിലൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ്. അങ്ങനെ അവരവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശാലിനി പറയുക. എന്നാലേ ആ പ്ലാനിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ നിർബന്ധിത ലീവിലാ. ഭർത്താവിൻ്റെ സ്പിരിറ്റ് കടത്തിൽ കളക്ടർക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണം. മുഖം രക്ഷിക്കാനായിട്ട് കളക്ടർ കുറച്ച് ദിവസത്തേക്ക് ലീവിൽ പോകണമെന്നാ റവന്യൂ മന്ത്രിയുടെ തീരുമാനം. അത് നടപ്പിലാക്കാൻ നമ്മളും ബാധ്യസ്ഥരാണല്ലോ. ശാരദാമ്മ പറയാ, മോളെ ഈ തിരിച്ചടികൾക്കൊക്കെ മറുപടി കൊടുക്കണമെങ്കിലേ വിഷ്ണു പുറത്തിറങ്ങിയേ പറ്റൂ. വിഷ്ണുവിൻ്റെ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് ഇവന്മാരെയൊക്കെ നേരെയാക്കാൻ വിഷ്ണുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിന് വിഷ്ണു മറവിൽ നിന്നും വെളിച്ചത്തോട്ട് വരണം മോളെ. അതിനുള്ള വഴിയാമ്മേ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ ഓരോ ദിവസം പോകും തോറും ശക്തരായിക്കൊണ്ടിരിക്കുക. അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും ആ രീതിയിൽ തന്നെ വരണം. അല്ല ശ്യാമേ, നീ പപ്പിയെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ, അയ്യോ പപ്പിയെ കൊണ്ടുപോകണമേ, അല്ലെങ്കിൽ രോഹിത് ഇന്ന് ഇതിൻ്റെ പേരിലായിരിക്കും വഴക്ക് നടത്താൻ പോകുന്നത്. ശ്യാമ പപ്പിമോളെ വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ പപ്പിമോള് കരഞ്ഞോണ്ട് ഓടി വരുവാണ്. ഞാനിനി അങ്ങോട്ട് വരുന്നില്ലമ്മേ, സത്യോടൊപ്പം ഞാൻ ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടുന്ന് സ്കൂളിൽ പൊയ്ക്കോളാം. വേണ്ട പപ്പി, അവിടെ നിൻ്റെ അച്ഛൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. ശാലിനി പറയുക, ശ്യാമേ അവക്കവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നത്. അതെ, പേടിച്ച് തന്നെ വളരട്ടെ, എന്നാലേ കുട്ടികളും ജീവിതം പഠിക്കത്തുള്ളൂ. വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ശ്യാമ കുഞ്ഞിനെ പിടിച്ച് വലിക്കുവാണ്. അത് കണ്ടിട്ട് ശാലിനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ശ്യാമേ നീ എന്തുവായി കാണിക്കുന്നത്? പപ്പിമോൾ ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട്, ചേച്ചിയമ്മേ ചേച്ചിയമ്മേ പറ ചേച്ചിയമ്മേ, എന്നെ കൊണ്ടുപോകല്ലേന്ന്. ഞാനിവിടെ നിൽക്കാൻ ചേച്ചിയമ്മേ, ഞാൻ ചേച്ചിയമ്മയുടെ കൂടെ നിന്നോളാം ചേച്ചിയമ്മേ. ശാലിനി കണ്ണുനീരോടെ ശ്യാമയെ നോക്കുവാണ്. ഞാൻ ഇവളെ കൊണ്ടുപോകും. ഇവളെ കൊണ്ടുപോകാതെ ഞാൻ അങ്ങോട്ട് ചെന്നാൽ രോഹിത് എങ്ങനെ എന്നോട് പെരുമാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് ശ്യാമ പപ്പിയെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അത് കണ്ടിട്ട് ശാലിനിക്ക് സഹിക്കുന്നില്ല. ശ്യാമേ ശ്യാമേ എന്നും പറഞ്ഞ് ശാലിനി വിങ്ങി കരയുവാണ്. ചേച്ചിയമ്മേ എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ പോകത്തില്ല ചേച്ചിയമ്മേ എന്നും പറഞ്ഞ് പപ്പിമോള് കരഞ്ഞോണ്ടാണ് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത്. ശാലിനിയുടെ നെഞ്ച് തകർന്നു നിൽക്കുവാണ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട്. സത്യമോള് പറയുന്നു, അമ്മേ പപ്പിയെ കൊണ്ടുപോകണ്ടെന്ന് പറയമ്മേ, പ്ലീസ് അമ്മേ. ശാലിനി ഹൃദയം പൊട്ടി വിങ്ങി വിങ്ങി കരയുവാണ്. അവൾ നൊന്ത് പ്രസവിച്ച മകളാണ്. അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത്, ചേച്ചിയമ്മേ എന്നെ പറഞ്ഞു വിടല്ലേ, ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ ഒരമ്മയ്ക്കും വരരുതേ എന്നാലോചിച്ച് ശാലിനി ആ ഓട്ടോറിക്ഷ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ശാരദാമ്മയും ആ സമയത്ത് ശാലിനിയെ വിഷമിപ്പിക്കുവാണ്. ശാരദാമ്മ പറയുന്നു, ശ്യാമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പപ്പിമോളിപ്പോൾ അവളുടെ കുഞ്ഞല്ലേ. ശാരദാമ്മയുടെ ആ കുറ്റപ്പെടുത്തലുകളുടെ കേട്ടിട്ട് ശാലിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശാലിനി കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടിപ്പോവുകയാണ്. സത്യാമ്മയും രാഘവേട്ടനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. രാഘവേട്ടന് ഭക്ഷണത്തിന് ഒട്ടും താല്പര്യമില്ല. എന്ത് പറ്റി രാഘവേട്ടാന്ന് ചോദിക്കുമ്പോൾ ഒരു രുചിയും ഇല്ല, മണവും ഇല്ല, ഒന്നുമില്ല. ദേണ്ടേ രാഘവേട്ട, ആവശ്യമില്ലാതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നല്ല ഭക്ഷണം തന്നെ ഞാൻ ഉണ്ടാക്കി തന്നത്. അപ്പോഴങ്ങോട്ട് വന്ന ശാന്തയോട് പറയുന്നു, നോക്കിക്കേ ശാന്തേ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും കുറ്റം പറച്ചില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല, ഉപ്പും പുളിയും ഒന്നും നോക്കാനും അറിയില്ല. ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതൊക്കെ നല്ല രുചിയോടെ കഴിച്ച ആളാ ഇപ്പോഴീ കുറ്റമൊക്കെ പറയുന്നത്. ആ സമയത്ത് നൂർജഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നൂർജഹാൻ നല്ലൊരു ഓർഡറൊക്കെ പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. സത്യാമ്മേ, ഒരു ഈവെന്റിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? 100-300 ആൾക്കാർ കണ്ടേക്കും. നല്ല രുചിയോടുകൂടി അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവരുടെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് വർക്ക് കിട്ടും. ഒരു ചെറിയ മിനി കാറ്ററിംഗ് പോലെ നമുക്കതങ്ങ് കൊണ്ടുപോവുകയും ചെയ്യാം. ശാന്ത പെട്ടെന്ന് പറയുക, സത്യാമ്മേ കൊടുക്കാന്ന് പറ, ഞാനുണ്ടല്ലോ. ശാരദാമ്മ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റായിട്ടേ നമുക്കൂടെ ചെയ്യാവുന്നേ. എല്ലാവരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് തിന്നാൽ മതി. അപ്പോൾ നൂർജഹാൻ പറയാ, അതിനെന്താ, ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂട്ടിനുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞേക്കട്ടെ സത്യാമ്മേ, ഈ മാസം ലാസ്റ്റിലാണ് ഫംഗ്ഷൻ. എങ്ങനെയാ ശാന്തേ, ഞാൻ ഇതുവരെയും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അത് കേട്ടിട്ട് നമ്മുടെ രാഘവേട്ടൻ പറയാ, ഇങ്ങനെയെന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും. ശാന്ത പറയുന്നു, മോള് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്നാലേ സത്യാമ്മേ ആ പാർട്ടിയോട് ഞാൻ അഡ്വാൻസും കൊണ്ട് വരാൻ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മ ഇപ്പോൾ പതിയെ കാറ്ററിംഗ് പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി സത്യാമ്മ ഇതിൽ പിടിച്ച് കയറി മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.